റെഡ് വെൽവെറ്റ് കേക്കിൽ ഇതുപോലെ ഫ്ലവർ ഡെക്കറേഷൻ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. സാധാരണയായിട്ട് നമ്മൾ നെയിം എഴുതാനോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻസിൽ മാത്രം ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ബട്ടർ പേപ്പറോ മറ്റോ വെച്ച് കവർ ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ക്രംസ് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിൽ ആദ്യം കാണിച്ചിട്ടുള്ള പോലെയുള്ള ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് ചെയ്യാന്നുള്ളത് കുറച്ച് സമയം എടുക്കുന്നതും അതുപോലെ കുറച്ച് നീറ്റായിട്ട് കിട്ടാനൊക്കെ കുറച്ച് പാടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോസിൽ ക്രീമിലോട്ട് കുത്തി ഇറക്കിയിട്ടായിരിക്കും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ കേക്കിൻ്റെ ക്രംസൊക്കെ ഡിസൈൻസിലോട്ട് കയറി വന്ന് ഇത്തിരി മോശമാവാനുള്ളൊരു ചാൻസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസൈൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുള്ളത് കുറച്ച് ക്രീം പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയ ശേഷം ഇതുപോലെ ക്രീമിൽ നിന്ന് മുകളിലോട്ട്, അതായത് നമ്മുടെ ക്രംസിന് അടിയിലോട്ട് പൈപ്പ് ചെയ്ത് കൊടുക്കാം. അടിയിൽ നിന്ന് മുകളിലോട്ട് വരുന്ന രീതിയിൽ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അവിടെ വരെ ഇതുപോലെ ക്രീം ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഫ്ലവർ ഡിസൈൻസോ അല്ലെങ്കിൽ ഏത് ഡിസൈനും കേക്കിലോട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റായി ക്രംസിലോട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നെങ്കിൽ അത് നോസിലിൻ്റെ ഒപ്പം ആ ഒരു ഫ്ലവർ ഇളകി വരും. അല്ലാന്നുണ്ടെങ്കിൽ അത് തെന്നി പോകാനുള്ള ചാൻസും പിന്നെ ക്രംസ് അതിനോടൊപ്പം വരാനുള്ള ഒരു ചാൻസും ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് അതിന് മുകളിലോട്ട് ഫ്ലവർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതവിടെ സ്റ്റിക്കായി നിൽക്കും. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ ഡിസൈൻ ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെയാണ് ക്രംസിന് മുകളിലോട്ട് ഫ്ലവർ ഡിസൈൻസ് കുറച്ചുകൂടി ഗ്രാൻഡായിട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടിപ്പ്. അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായിരിക്കും. പിന്നെ ഒരു കാര്യം, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണേ. 2-3 ഫ്ലവേഴ്സ് മാത്രം കേക്കിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഏത് നോസിലാണോ യൂസ് ചെയ്യുന്നത് അതിലോട്ട് ക്രീം ഇട്ട് ഡിസൈൻ എവിടെയൊക്കെയാണോ ചെയ്യുന്നത് അവിടെ ക്രീമിലോട്ട് കുത്തി ഇറക്കി ജസ്റ്റ് ഡിസൈൻ ചെയ്ത് കൊടുത്താലും മതിയാവും. ഇതുപോലെ കൂടുതൽ ഫ്ലവേഴ്സ് ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു ടെക്നിക്ക് കൂടുതൽ യൂസ്ഫുള്ളായിട്ട് വരിക. റോസറ്റ് നോസിലായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിനുശേഷം ഗ്രീൻ ലീഫ് കൂടി ഞാൻ ഇതിൻ്റെ ഇടയിലായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് മുകളിലായിട്ട്, അതായത് കേക്ക് ക്രംസിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് പേരെഴുതുക എന്നുള്ളത് നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. പൊതുവെ എല്ലാവരും ആ ഒരു ഏരിയ ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടാണ് ചെയ്യുക. ഇനി ഫോണ്ടൻറ്റിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ എടുത്തില്ല കേട്ടോ. ഫോണ്ടൻറ്റിൽ ചെയ്യുന്ന സമയത്ത് ഫോണ്ടൻറ്റ് വെക്കുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വിപ്പിംഗ് ക്രീം ഇതുപോലെ നേരത്തെ കാണിച്ച പോലെ ക്രംസിന് അടിയിൽ കൂടി മുകളിലോട്ട് വിപ്പിംഗ് ക്രീം പൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിലാണ് ഫോണ്ടൻ ഡെക്കറേഷൻ അല്ലെങ്കിൽ പേരെഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് കേട്ടോ വീഡിയോ. യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.